മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും അധികം മൈലേജുള്ള സ്കൂട്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മൈലേജുള്ള സ്കൂട്ടറായ മാത്രം പോലെ നമുക്ക് നല്ലൊരു ഫാമിലിക്ക് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന, നല്ലപോലെ റീസെയിൽ വാല്യൂ കിട്ടുന്ന, മൈലേജ് കിട്ടുന്ന, എല്ലാ സിറ്റിയിലും സർവീസ് ലഭിക്കുന്ന നല്ലൊരു 5 സ്കൂട്ടേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഫ്യൂച്ചറിൽ എടുക്കാവുന്ന 5 സ്കൂട്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ 5ാം സ്ഥാനത്ത് വരുന്നത് ഹോണ്ട ആക്റ്റീവ 110cc ആണ്. ആക്റ്റീവയിൽ തന്നെ 110ഉം 125cc അവൈലബിൾ ആണ്. നമ്മൾ മൈലേജും അതുപോലെ തന്നെ ഫാമിലിക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റിൽ എടുത്ത് വെക്കുന്നതുകൊണ്ട് ഹോണ്ട ആക്റ്റീവയുടെ 110cc ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് ഏകദേശം 2014 തൊട്ട് ആക്റ്റീവ 3Gയിൽ ലഭിക്കുന്ന സെയിം ഡിസൈൻ. ഇത് വളരെയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. അതുകൊണ്ട് ഒരു മേജറായിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയിൽ വരുന്നില്ല. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരുന്ന ഹാലജൻ ആണ്. അതുകൂടാതെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻസ് മൊത്തം, അതുപോലെ ഫെൻഡർ പോർഷൻസ് ആയിക്കോട്ടെ, മഡ് ഗാർഡ് ആയിക്കോട്ടെ, എല്ലാം തന്നെ മെറ്റലിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് വന്നാൽ പോലും വലിയ ഡാമേജസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഫൈബർ പാർട്സ് പൊട്ടുന്ന പോലെ മെറ്റൽ പാർട്സ് പൊട്ടുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാഹനത്തിന് ഫെൻഡർ പ്രൊട്ടക്ഷനായിട്ട് റബ്ബറിൻ്റെ ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വീൽ വരുന്നത് 12 ഇഞ്ചാണ്. ട്യൂബ്ലെസ് ടയർ അവൈലബിൾ ആണ്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കും കൺവീനിയൻസിനും ഹാൻഡ്ലിങ്ങിനുമായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് അലോയ് വീൽസ് ഈ മോഡലിൽ ലഭിക്കുന്നില്ല. നമുക്ക് ഡ്രം വീൽസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബ്രേക്കിംഗ് എഫക്റ്റീവ് ആകാനായിട്ട് കോംബി ബ്രേക്ക് സപ്പോർട്ട് അവൈലബിൾ ആണ്. അതായത് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് കണക്റ്റഡ് ആയിരിക്കും കേബിൾ വൈസ്. നമ്മൾ ഏത് സൈഡിൽ നിന്നുള്ള ബ്രേക്ക് അപ്ലൈ ചെയ്താൽ പോലും നമുക്ക് 2 സൈഡിലും ബ്രേക്കിംഗ് കിട്ടി സേഫായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ആക്റ്റീവക്കാണ്. 171 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 1260 mm ആണ് വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത്. സീറ്റ് ഹൈറ്റും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. 692 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഏറ്റവും കുറവ് സീറ്റ് ഹൈറ്റ് വരുന്ന വാഹനം ആക്റ്റീവയും ഹോണ്ട ഡിയോയും മാത്രമാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്റർ എല്ലാം തന്നെ മാറ്റ് ബ്ലാക്ക് കളറിലാണ്. സിമ്പിളായിട്ടുള്ള അനലോഗ് മീറ്ററാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുഡ് സ്പേസ് ആണ്. ഫ്രണ്ടിൽ അത്യാവശ്യം ഒരു വാട്ടർ ഡിസ്പെൻസറോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടറോ സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നതാണ്. ഇത് വെച്ചാൽ പോലും നമുക്ക് കാല് വയ്ക്കാനുള്ള സ്ഥലം 2 സൈഡിൽ ലഭിക്കുന്നതാണ്. നമ്മുടെ കീയും അതുപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ കീ ആണ് ലഭിക്കുന്നത്. സീറ്റിൻ്റെയും ഫ്യൂൽ ലിഡിൻ്റെ ഓപ്പണിംഗ് വരുന്നത് കീ സ്വിച്ചിൽ തന്നെയാണ്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാണുന്നത് വാഹനത്തിൻ്റെ സീറ്റ് തന്നെയാണ്. നമുക്ക് 3 പേർക്ക്, 2 അല്ല 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു വലിപ്പമുള്ള സീറ്റാണ് ആക്റ്റീവയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ വീതിയുള്ളതുകൊണ്ട് ടൈ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് 18 ലിറ്ററാണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.3 ലിറ്ററാണ്. 18 ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉള്ളെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റും ലേഡീസിൻ്റെ ബാഗെല്ലാം തന്നെ അതിൽ കൊണ്ടുനടക്കാവുന്നതാണ്. 110cc വരുന്ന വാഹനത്തിൻ്റെ മാക്സിമം പവർ വരുന്നത് 7.6 bhp ആണ്. 8.8 Nm ആണ് വാഹനത്തിൻ്റെ ടോർക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് വരുന്നത് 85 km/h ആണ്. നമുക്ക് മൈലേജ് ഒരു 50-നും 55-നും ഇടയിലുള്ള നല്ലൊരു മൈലേജ് വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡർ സസ്പെൻഷൻ അവൈലബിൾ ആണ്. ബാക്ക് സൈഡ് വീല് വരുന്നത് 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന വീലാണ്. ഡ്രം വീൽസാണ് ബാക്ക് സൈഡിൽ ലഭിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്ക് അവൈലബിൾ ആണ്. അത് കോംബി ബ്രേക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ വാഹനത്തിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1.10 താഴെ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ വീഡിയോയിൽ ഇനി 4ാം സ്ഥാനത്തെ വാഹനത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലപോലെ മൈലേജ് ലഭിക്കുന്ന ഒരു ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന 4ാം സ്ഥാനത്ത് വരുന്ന സ്കൂട്ടർ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുസുക്കിയുടെ തന്നെ ആക്സസ് 125 മോഡലാണ്. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിനെ ഒരു പ്രത്യേക കളേഴ്സിൽ 2 കളേഴ്സ് വരുന്നുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റ് കളറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഈ ഒരു കളർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബ്രൗൺ കളറിലുള്ള ലെതറിൻ്റെ സീറ്റും കമ്പനിയിൽ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ആക്റ്റീവിനെ കമ്പയർ ചെയ്ത് പറയാൻ സാധിക്കില്ലെങ്കിൽ തന്നെയും കുറച്ചധികം ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു ഡിജിറ്റൽ കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നുള്ള നല്ലൊരു മീറ്ററും നമ്മുടെ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ആക്റ്റീവയിൽ അപേക്ഷിച്ച് പറയുമ്പോൾ കുറച്ചധികം ഫീച്ചർ ലോഡറാണ് ആക്സസിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് എല്ലാം തന്നെ HID ഹെഡ്ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. LED ബൾബ് യൂസ് ചെയ്തിട്ടുള്ള HID ഹെഡ്ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഹെഡ്ലൈറ്റിന് ചുറ്റും ഇൻഡിക്കേറ്റേഴ്സിന് ചുറ്റും നല്ല അടിപൊളി ക്രോമിൻ്റെ ബാഡ്ജിങ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്സസിൻ്റെ ഫ്രണ്ട് പോർഷൻസ് എല്ലാം തന്നെ മെറ്റലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. ഫ്രണ്ട് സൈഡിൽ 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സും അലോയ് വീൽസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് അഡീഷണലായിട്ട് ഡിസ്ക് ബ്രേക്ക് സപ്പോർട്ടും ആക്സസ് 125ൽ ഓൾറെഡി വരുന്നുണ്ട്. ആക്സസ് 125ൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1265 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 mm ആണ്. ടോട്ടൽ വെയിറ്റ് 103 കിലോ മാത്രമേ വരുന്നുള്ളൂ. ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് 773 mm ആണ് വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്.
ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ അത്യാവശ്യം നല്ലപോലെ മൈലേജ് ഇടുന്ന ഒരു വാഹനമാണ് ആക്സസ് 125. നമുക്കൊരു 50-55 ഇടയിൽ നല്ലൊരു മൈലേജ് ലഭിക്കുന്നുണ്ട്. വാഹനത്തിന് ഫുള്ളി കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന അടിപൊളി ഡിജിറ്റൽ മീറ്റർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈലൻറ്റ് സ്റ്റാർട്ട് ടെക്നോളജി ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഴയ മോഡലിനെ പോലെ ക്രാങ്ക് കറങ്ങുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സപ്പോർട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്ലോ ബോക്സ് ഫ്രണ്ട് സൈഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 773 mm ആണ് വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. 22 ലിറ്ററാണ് വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. 5 ലിറ്ററോളം ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നുണ്ട്. നമുക്ക് 55 കിലോമീറ്ററോളം മൈലേജ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് 124 cc ആണ്. 8.7 bhp ആണ് മാക്സിമം പവർ വരുന്നത്. 10 Nm ടോർക്ക് അവൈലബിൾ ആണ്. ടോപ്പ് സ്പീഡ് വരുന്നത് 90 km/h വരെ നമുക്ക് വാഹനം പറപ്പിക്കാവുന്നതാണ്. വാഹനത്തിന് കിക്കർ അവൈലബിൾ ആണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് അവൈലബിൾ ആണ്. വാഹനത്തിന് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് അവൈലബിൾ ആണ്. ടെയിൽ ലൈറ്റിനും ക്രോമിൻ്റെ നല്ലൊരു കവറിങ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ടയറിന് അലോയ് വീൽസ് അവൈലബിൾ ആണ്. ബാക്ക് സൈഡ് ടയർ 10 ഇഞ്ച് സൈസ് മാത്രമേ ഉള്ളൂ. ട്യൂബ്ലെസ് ടയേഴ്സ് അവൈലബിൾ ആണ്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്കും കിട്ടുന്നതാണ്. ഇനി ഈ സെഗ്മെൻറ്റിൽ മൂന്നാമത്തെ വാഹനം ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹോണ്ടയുടെ വണ്ടി കണ്ടു, സുസുക്കിയുടെ വണ്ടി കണ്ടു. ഇനി നമ്മൾ ഈ ഒരു മൈലേജ് കിട്ടുന്ന ഫാമിലി സ്കൂട്ടേഴ്സിൻ്റെ അടുത്തായിട്ട് വരുന്ന ടി വി എസിൻ്റെ ജുപ്പിറ്റർ സീരീസിൽ 110 cc സ്മാർട്ട് കണക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ടി വി എസ് ജുപ്പിറ്റർ 110 സ്മാർട്ട് കണക്റ്റാണ്. ഇപ്പോൾ ഈ വാഹനത്തിന് ഏകദേശം 110 to 120 ആ ഒരു റേഞ്ചാണ് വാഹനത്തിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഈ വാഹനത്തിൻ്റെയും ബോഡി ഫുൾ മെറ്റലാണ്. അതായത് നമുക്ക് സീറ്റിന് താഴെയുള്ള പോർഷൻ ആയിക്കോട്ടെ ഫ്രണ്ട് പോർഷൻ ആയിക്കോട്ടെ എല്ലാം തന്നെ ഫുൾ മെറ്റലാണ് നമുക്ക് ലഭിക്കുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റിന് ക്രോമിൻ്റെ ഓർണമെൻറ്റ് വരുന്നുണ്ട്. അത് കൂടാതെ HID ഹെഡ്ലൈറ്റ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LED ബൾബുകളാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബാണ്. ഫ്രണ്ട് പോർഷൻസ് ഫുള്ള് മെറ്റലാണ്. മഡ് ഗാർഡ് എല്ലാം തന്നെ മെറ്റലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് ലഭിക്കുന്നുണ്ട്. 12 ഇഞ്ച് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. 110 cc നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഈ മോഡലിൽ ലഭിക്കുന്നില്ല. പക്ഷേ ഹൈൻ്റെ മോഡലെല്ലാം ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ ഫുഡ് സ്പേസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് സൈഡ് സ്റ്റാൻഡും മെയിൻ സ്റ്റാൻഡും വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിക്കർ അവൈലബിൾ ആണ്. അതുകൂടാതെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വെറുതെ 163 mm മാത്രമേ വണ്ടിക്ക് വരുന്നുള്ളൂ. വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് ഏകദേശം 1260 റേഞ്ചിലാണ്. സീറ്റ് ഹൈറ്റ് 765 mm ആണ്. ഫുൾ കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ബ്ലൂടൂത്തും ഫോണിൻ്റെ കണക്ടിവിറ്റി അവൈലബിൾ ആയിട്ടുള്ള ടച്ച് 10x10 നാവിഗേഷൻ അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി സ്മാർട്ട് കണക്ട് സപ്പോർട്ടുള്ള മീറ്റർ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ഇനി എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സീറ്റ് സ്റ്റോറേജ് ആണ്. 21 ലിറ്ററാണ് വാഹനത്തിൻ്റെ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 6 ലിറ്ററാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്ന വാഹനം ജുപ്പിറ്റർ 110 ആണ്. അതുകൂടാതെ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആണ്. ഫ്യൂൽ അടിക്കണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഈ മോഡലിൽ നമുക്ക് കിക്കർ അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ മാക്സിമം പവർ വരുന്നത് 7.8 bhp ആണ്. 8.8 Nm ആണ് മാക്സിമം ടോർക്ക് വരുന്നത്. അത്യാവശ്യം നല്ലപോലെ മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു 50-55 ഇടയിലുള്ള നല്ലൊരു മൈലേജ് വണ്ടി ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് വീല് വരുന്നത് അലോയ് വീൽസ് തന്നെയാണ്. 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സും 10 ഇഞ്ച് സൈസിലുള്ള അലോയ് വീലാണ് നമുക്ക് ലഭിക്കുന്നത്. 130 mm ഡ്രം ബ്രേക്സും വണ്ടിയുടെ ബാക്ക് സൈഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ജുപ്പിറ്റർ ZX അല്ലെങ്കിൽ 110 cc മോഡൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നത്. ഇതിന് ഏകദേശം ഓൺ റോഡ് കോസ്റ്റ് ഏകദേശം 120 താഴെ മാത്രമേ വരുന്നുള്ളൂ. അത് കൂടാതെ നല്ല പ്രീമിയം വാഹനമാണ്. നമുക്ക് ടി വി എസിൻ്റെ സർവീസ് എല്ലാ സിറ്റിയിലും അവൈലബിൾ ആണ്. റീസെയിൽ നല്ലപോലെയുണ്ട്. ഒരു ഫാമിലിക്ക് 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന വാഹനമാണ്. അപ്പോൾ നമുക്കിനി മൈലേജ് കിട്ടുന്ന ഫാമിലി സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം, അതായത് 2ാം സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാഹനം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് 2ാം സ്ഥാനം വരുന്നത് യമഹയുടെ റേസ് ZR സ്കൂട്ടറാണ്. ഇതൊരു മോട്ടോർ സൈക്കിളിൻ്റെയും സ്കൂട്ടറിൻ്റെയും കമ്പൈൻ ചെയ്ത ഡിസൈനാണ്. യങ്സ്റ്റേഴ്സിനിടയിലും മിഡിൽ ഏജിലുള്ള ആളുകൾക്കിടയിലും വളരെയധികം പ്രീതി ആർജിച്ചെടുക്കുന്ന ഈ ഒരു സ്കൂട്ടറിന് ഏകദേശം 1.16 1.20 താഴെ മാത്രമേ ഓൺ റോഡ് കോസ്റ്റ് വരുന്നുള്ളൂ. 125 cc ഹൈബ്രിഡ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ഈ വാഹനത്തിന് മൈലേജ് ഏകദേശം ഒരു 70-75 ഇടയിൽ മൈലേജാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയി വാഹനത്തിന് ഫ്രണ്ട് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് LED-യിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹെഡ്ലൈറ്റ്സ് എല്ലാം തന്നെ വരുന്നത് LED ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. ഫ്രണ്ട് ഫെൻഡർ വരുന്നത്, അതായത് മഡ് ഗാർഡ് വരുന്നതെല്ലാം തന്നെ മെറ്റലാണ്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് അവൈലബിൾ ആണ്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനും ഡിസ്ക് ബ്രേക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 ഇഞ്ച് ഗ്ലോസി ബ്ലാക്ക് കളറുള്ള അടിപൊളി അലോയ് വീൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1280 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm ആണ്. ആകെ 98 കിലോ മാത്രമേ വണ്ടിയിൽ വെയിറ്റ് വരുന്നുള്ളൂ. സീറ്റിൻ്റെ ഹൈറ്റ് 785 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് 5 അടിക്ക് മേളിൽ പൊക്കമുള്ള ആർക്ക് വേണമെങ്കിലും സുഖമായിട്ട് യാത്ര ചെയ്യാം. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും എയറോഡൈനാമിക് ആയിട്ടുള്ള അടിപൊളി ഡിസൈനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ ടെക്നോളജിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് കണക്ട് സപ്പോർട്ടുള്ള ഒരു അടിപൊളി ഡിജിറ്റൽ മീറ്റർ നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നു. ഫോൺ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോള്, SMS, വാട്സപ്പ്, ബാറ്ററി ചാർജ്, റേഞ്ച് കൂടാതെ ലാസ്റ്റ് പാർക്ക് ചെയ്ത ലൊക്കേഷൻ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നുണ്ട്.
അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് 21 ലിറ്ററാണ്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.2 ലിറ്ററാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 124 cc ഹൈബ്രിഡ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന വാഹനത്തിൻ്റെ എഞ്ചിന് 8.2 bhp പവർ വരുന്നുണ്ട്. 10.3 ന്യൂട്രൺ മീറ്ററാണ് നമുക്ക് മാക്സിമം ടോർക്ക് എമിറ്റ് ചെയ്യുന്നത്. 71 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡ് സസ്പെൻഷൻ അവൈലബിൾ ആണ്. നമ്മുടെ ടെയിൽ ലൈറ്റ് ആയിക്കോട്ടെ, ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഹാലജൻ ബൾബിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡ് ടയർ വരുന്നത് 10 ഇഞ്ച് ആണ് സൈസ് വരുന്നത്. 2+ ആണ് ടയർ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ 10 ഇഞ്ച് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. UBS കോമ്പി ബ്രേക്ക് സപ്പോർട്ടും നമുക്ക് റേസ് ഡാറിൽ ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിന് ഏറ്റവും അധികം പ്രിയപ്പെട്ടതായിരിക്കും ഈ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ സീറ്റിൻ്റെ സൈസുമാണ്. അതുകൂടാതെ സീറ്റ് ഹൈറ്റും കുറവാണ്. അപ്പോൾ അത്യാവശ്യം പൊക്കം കുറവ് ആൾക്കാർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. സീറ്റിന് നല്ല വീതി ഉള്ളതുകൊണ്ട് തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഇരുന്ന് യാത്ര ചെയ്യാവുന്ന ഉതകുന്ന രീതിയിലുള്ള സീറ്റിന് ലെങ്ത്തും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ നല്ല അടിപൊളി കുഷനിങ്ങും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കാൻ പോകുന്നത്, അതായത് മൈലേജും വേണം, ഒരു ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനും പറ്റണം, എന്നാൽ സർവീസും നല്ലപോലെ ലഭിക്കുന്ന ആ 1ാം സ്ഥാനം ലഭിക്കുന്ന വാഹനം നമ്മുടെ യമഹയുടെ തന്നെയാണ്. യമഹയുടെ ഫസീനോ ഹൈബ്രിഡ് മോഡലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 1ാം സ്ഥാനം ലഭിക്കുന്നത്. ഏറ്റവും അധികം മൈലേജ് ലഭിക്കുന്നതും നല്ലൊരു ഫാമിലിക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാവുന്ന രീതിയിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ളതും അട്രാക്റ്റീവ് ആയിട്ടുള്ള വാഹനം വരുന്നത്. അപ്പോൾ യമഹ ഫസീനോ ഹൈബ്രിഡ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു വാഹനമാണ്. ഇതിന് ഏകദേശം 1.20 താഴെ മാത്രമേ ഓൺ റോഡ് കോസ്റ്റ് വരുന്നുള്ളൂ. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് ഏറ്റവും അധികം ആളുകൾക്കിടയിൽ പ്രീതി ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നല്ല എന്താ പറയുക, ഫുള്ളി എയർ കട്ട് ചെയ്ത എയറോഡൈനാമിക് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് ഫസീനോ ഹൈബ്രിഡ് മോഡലിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്സ് എല്ലാം തന്നെ LED ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും LEDയിൽ തന്നെ ലഭിക്കുന്നത്. നല്ലൊരു പ്രീമിയം ഗ്ലോസി ബ്ലാക്ക് കവറിങ് ഹെഡ്ലൈറ്റിനും ഇൻഡിക്കേറ്റേഴ്സിനും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഫെൻഡർ അതായത് മഡ് ഗാർഡ് വരുന്നത് ഫുൾ മെറ്റലാണ്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയറും അതുകൂടാതെ അലോയ് വീൽസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റേസ് ഡാറിനെ പോലെ തന്നെ സെയിം ടു സെയിം ഡീറ്റെയിൽസാണ് ഈ വാഹനത്തിലും വരുന്നത്. ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm ആണ്. ആകെ വീൽ ബേസ് വരുന്നത് 1280 mm ആണ്. സീറ്റ് ഹൈറ്റ് 785 mm മാത്രമേ വണ്ടിയിൽ വരുന്നുള്ളൂ. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനാണ്. കോക്പിറ്റ് എല്ലാം തന്നെ നല്ല അടിപൊളി ഒരു എന്താ പറയുക കാർബൺ ഫൈബർ പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. ഫുൾ ടെക്നോളജിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഡിജിറ്റൽ മീറ്റർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ വാഹനത്തിൻ്റെ സീറ്റിംഗ് ആണ്. നല്ലൊരു ക്ലീൻ പീസ് സീറ്റിംഗ് ആണ് വരുന്നത്. ഫുള്ള് പ്രീമിയം ലെതർ സീറ്റാണ് ഫസീനോസിലെല്ലാം വരുന്നത്. കൂടാതെ നല്ല തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 120 cc ആണ്. 8.2 bhp പവറും 10.3 ന്യൂട്രൺ മീറ്ററും ടോർക്ക് എമിറ്റ് ചെയ്യുന്ന വാഹനം നമുക്കൊരു 70-72 നല്ല അടിപൊളി മൈലേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ വാഹനത്തിന് കിക്കർ അവൈലബിൾ ആണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് ഫീച്ചർ അവൈലബിൾ ആണ്. നല്ലൊരു മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഗ്രാബ് റെയിലും വരുന്നുണ്ട്. റിയർ സൈഡ് ടെയിൽ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ടയറാണ്. ടയർ സൈസ് വരുന്നത് 10 ഇഞ്ചാണ്. ട്യൂബ്ലെസ് ടയർ വരുന്നുണ്ട്. UBS കോമ്പി ബ്രേക്ക് സപ്പോർട്ടും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു എടുത്ത് പറയുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ വാഹനത്തിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് 21 ലിറ്ററാണ് വാഹനത്തിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. 5.2 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഫ്യൂൽ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം മൈലേജ് ലഭിക്കുന്നു, ഫാമിലിക്ക് കംഫർട്ടബിളായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുന്നത് എന്തായാലും ഫസീനോ 125 ഹൈബ്രിഡ് S മോഡലിനാണ്. അപ്പോൾ നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക്